5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈ അധ്യാപകൻ അടിച്ചൊടിച്ചു. മലപ്പുറത്താണ് സംഭവം. അധ്യാപകൻ സ്ഥിരമായി പ്രാകൃത ശിക്ഷ നടത്തുന്നയാളാണെന്ന് അടിയേറ്റ വിദ്യാർത്ഥിനി പറയുന്നു. കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വീണ്ടും എഴുതിച്ചതായും കുട്ടി പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്. ഞാൻ അടിക്കരുത് പറഞ്ഞു, എന്നിട്ട് സാർ എന്നെ കൈ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച്. എനിക്ക് പെണ്ണൊന്നും പിടിക്കാൻ വെച്ചില്ല. സാറ് കുറെ കുട്ടികളെ അടിക്കലുണ്ട്. ഇതിന്റെ മേലുള്ള ഒരു കുട്ടീനെ അടിച്ചിട്ട് ഓളെ കൈ വീങ്ങിക്കണം. എന്നിട്ട് ഒരു കുട്ടീൻ്റെ അടിച്ചിട്ട് കൈ ആകെ അങ്ങനെ വളഞ്ഞ മാറ്റിയിരുന്നു. അടികൊണ്ടപ്പോൾ ഷോക്ക് ഏറ്റ പോലെയാണ് അനുഭവപ്പെട്ടതെന്ന് കുട്ടി പറഞ്ഞതായി കുട്ടിയുടെ അമ്മ പറയുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മാതാപിതാക്കളുടെ തീരുമാനം. കുട്ടീൻ്റെ കൈ കണ്ടതിന് ശേഷമാണ് ഇത് ഇത്ര വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കുട്ടിക്ക് ഭയങ്കര ഇതായിട്ടുണ്ടെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായത്. അതുവരെ മാഷ് വിളിച്ചപ്പോഴൊന്നും മാഷ് പറഞ്ഞത് ക്ലാസ് ശ്രദ്ധിക്കാത്തതിന് ചെറുതായിട്ട് ശിക്ഷിച്ചിരുന്നു. അപ്പം തൊട്ട് കരച്ചിൽ തുടങ്ങി അങ്ങനെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സാർ ഇപ്പം എന്തതിൽ ഇതായാലും ഇപ്പം ഇങ്ങനെ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഉള്ളം കൈയിലൊക്കെ അടിക്കുക. ഇതിപ്പോൾ ഈ ഒരു സൈഡത്തെ ഭാഗത്താ പൊട്ട് വന്നാണ്. അതിന് അവള് പറയണത് പിന്നെ എന്താണ് ഇങ്ങനെ അടിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൈ ഷോക്ക് അടിച്ച മാതിരിയായി, ഭയങ്കര കൈയൊക്കെ കുഴഞ്ഞു പോകണ മാതിരി പോകാൻ തോന്നി. പിന്നെ അതിനുശേഷം മാഷ് പിന്നെ എഴുതിച്ചെന്നൊക്കെ പറയണത് ആ കൈ കൊണ്ട് തന്നെ. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നിക്കണം ഞങ്ങൾക്ക്. വല്ലാത്ത വിഷമമായി പോയപ്പോൾ നമുക്ക് സംഭവിച്ചപ്പോൾ ഇല്ല. അപ്പോൾ ഇങ്ങനെ മക്കളിൽ നിന്നല്ല, അങ്ങനെ ഒരു മനസ്സിന് ഭയങ്കര വിഷമമായി. പഠിത്തത്തിലായാലും ആ മാസ വിഷയത്തിൽ തന്നെ കുട്ടിക്ക് ക്ലാസ്സിൽ പരീക്ഷ എടുത്തപ്പോൾ ഫുൾ മാർക്കൊക്കെ ഉണ്ട്. പഠിക്കുന്നില്ല എന്നുള്ള ഇതിലല്ല മാഷ അടിച്ചിട്ടുള്ളത്. നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇനി ഇങ്ങനെ സംഭവിക്കരുത് വേറൊരു കുട്ടിക്ക്. പോലീസും കേസെടുത്തു. വടകര സ്വദേശി ബൽരാജിനെതിരെ ജുവനൈൽ ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ സ്കൂളിന് പരാതി കിട്ടിയിട്ടില്ലെന്നും കിട്ടിയാൽ ഉടൻ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുമോദ്, സ്വന്തം മക്കളെ പോലെ കണ്ട് വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ട, അവരെ പഠിപ്പിക്കേണ്ട ആളുകളാണ് അധ്യാപകരെന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ക്രൂരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കുട്ടിയെ ഇങ്ങനെ ഇയാൾ ഉപദ്രവിക്കാനുണ്ടായ കാരണം? അത്യധികം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കൽപ്പകഞ്ചേരി സംഭവിച്ചത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് അധ്യാപകന്റെ കയ്യിൽ നിന്നും ഇത്തരം ക്രൂര മർദ്ദനം ഉണ്ടായതും കുട്ടിയുടെ കൈ ഒടിക്കുകയും ചെയ്തത്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒന്ന് അടിച്ചു, കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നു എന്നൊക്കെയാണ് ആദ്യം ഈ അധ്യാപകൻ ഇതിന് പറഞ്ഞിരുന്നത്. കൈയുടെ ഉള്ളം കൈക്ക് പകരം കൈത്തണ്ടയ്ക്കാണ് ഈ കുട്ടിയുടെ അടി വീണത്. തുടർന്ന് കുട്ടിയുടെ കൈ നീര് വന്നു, കൈ പൊക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറാണ് ഇന്നലെ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തത്, വാരി കൊടുത്തത്. തുടർന്ന് ഈ കുട്ടിയെ വീട്ടിൽ ഈ തല്ലിയ അധ്യാപകൻ അടക്കം കൊണ്ടുചെന്ന് ആക്കുകയായിരുന്നു. അപ്പോൾ ഈ അധ്യാപകൻ ന്യായീകരിക്കുകയാണ് അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് വൈകുന്നേരം ആശുപത്രി എത്തിച്ചപ്പോഴാണ് കൈയിൻ്റെ എല്ലിന് ചെറിയ ഒരു ഒടിവ് വന്നു, പൊട്ടലുണ്ടെന്ന് കണ്ടത്. തുടർന്ന് പ്ലാസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്താണെങ്കിലും ആർക്കും വേദന തോന്നുന്നൊരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണം. അതും അധ്യാപകൻ ഗുരുനാഥൻ തന്നെ ഇതിനൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ തോതിൽ തന്നെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു ബൽരാജ് അധ്യാപകൻ ഇങ്ങനെ തല്ലുന്നതെന്ന് കുട്ടി തന്നെ പറയുന്നുണ്ട്. ക്ലാസ്സിലെ മറ്റു കുട്ടികളെ തല്ലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റു കുട്ടികൾക്ക് ഇതുപോലെ ഇയാളും തല്ല് കിട്ടിയിട്ടുണ്ട്, കൈ നീര് വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ട് ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതത്തിൻ്റെ ഒരു അടയാളമായിട്ട് വേണം കാണും. ഇത്തരം മാനസിക രോഗികളൊക്കെയാണ് അധ്യാപകരായിട്ട് വരുന്നതെന്ന് നമ്മളെ കുട്ടികളൊക്കെ എന്ത് ധൈര്യത്തിൽ സ്കൂളിലേക്ക് വിടുമെന്നാണ് രക്ഷിതാക്കളൊക്കെ ചോദിക്കുന്നത്. കാരണം വടി ഉപയോഗിച്ച് തല്ലാൻ ആർക്കും ഇപ്പോൾ അധികാരം കൊടുക്കുന്നില്ല. പക്ഷെ ആ സ്ഥാനത്താണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെ വടി കൊണ്ട് കൈ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് തീർച്ചയായിട്ടും വലിയ വിമർശനം ഉയർത്തുന്നത് മാത്രമല്ല, ഇത് അനുവദിക്കാനാകില്ല. ഇനി മറ്റൊരു കുട്ടിക്ക് ഇതേപോലത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന് തന്നെയാണ് ആർക്കും മനസ്സിൽ തോന്നുക. പോലീസ് കേസെടുത്തിട്ടുണ്ട്. അയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാനാകുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തും ഏറെ വൈകാതെ എന്ന് നമുക്ക് അറിയാനാകുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും കുട്ടിക്ക് നേരെയുള്ള അതിക്രമത്തിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ മൊഴിയും ബാലാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തും. സ്കൂൾ അധികൃതർ ഇപ്പോഴും ഇതിൽ സ്കൂളിലേക്ക് ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഭാഗത്തും പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ നടപടി എടുക്കാതെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അതാണ് അനുമോദ്. ഈ കുട്ടിക്ക് മാത്രമല്ല, അനുമോദ് പറഞ്ഞതുപോലെ ഇതിനു മുൻപ് മറ്റു പല കുട്ടികൾക്കും ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും സ്കൂളിന് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളും പരാതി നൽകിയില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്കൂൾ ഇയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ?
തീർച്ചയായും സ്കൂൾ അധികൃതർ ഇയാളെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. കാര്യം ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ എല്ലാ സ്കൂളിലും ഒരു അടിയൻ മാഷുമാരുണ്ടാവും. അടിയൻ മാഷുമാരെ നിലനിർത്തുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം പോലെയാണ് ഈ നടപടികൾ കാണുമ്പോൾ തോന്നുക. സ്വാഭാവികമായിട്ടും ഇത് കർശനമായിട്ട് നടപടികളിലേക്ക് വിധേയമാക്കണം. മറ്റൊരു കുട്ടിക്ക് ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. കുട്ടികളെ ചിലപ്പോൾ അധ്യാപകർ വഴക്ക് പറഞ്ഞിരിക്കും, ഗുണദോഷിച്ചിരിക്കും. പക്ഷെ അവരെ ഇങ്ങനെ തല്ലിച്ചതച്ച് കൈയൊടിക്കാനൊന്നും ഒരു നിയമത്തിലും അനുവദിക്കുന്നുമില്ല. ആരും അത് ചെയ്യാനും പാടില്ല. അത് ഈ അധ്യാപകൻ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാകണം. അത്രയൊക്കെ കുട്ടികൾക്ക് നേരെ കയ്യേറ്റം ചെയ്യുവാനും കുട്ടികളെ ഇങ്ങനെ വേദനിപ്പിച്ച് ഉപദ്രവിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കൗൺസിലിംഗ് നടത്തുകയും ചികിത്സ നടത്തുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ കുട്ടികളെ നേരെ അഴിഞ്ഞാട്ടം നടത്തുന്നവരെ അഴിച്ചു വിടുകയല്ല വേണ്ടതെന്ന് എല്ലാ രക്ഷിതാക്കളും ഒരുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. എന്നാണെങ്കിലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അവർക്ക് നടപടി എടുക്കേണ്ട സാഹചര്യം വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ കുട്ടിയുടെ മൊഴി തന്നെയാണ് പ്രധാനപ്പെട്ടത്. കുട്ടീനെ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് എങ്ങനെയാണ് തല്ലി കിട്ടിയത്, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് വന്ന് അധ്യാപകൻ അടിക്കുകയായിരുന്നുവെന്ന്. കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അടിച്ചു എന്നാണ് രക്ഷിതാക്കളോട് പറഞ്ഞത്. പക്ഷേ കൈയിൻ്റെ പുറമൊക്കെ അടിച്ചു പൊട്ടിച്ച് എല്ലൊക്കെ പൊട്ടിക്കാൻ എന്ത് തരത്തിലുള്ള അധികാരമാണ് ഈ അധ്യാപകന് ഉള്ളത് എന്ന ചോദ്യമാണ് വരുന്നത്. എന്നാണെങ്കിലും വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് കൽപ്പകഞ്ചേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി തന്നെ ഇതിലുണ്ടായിട്ടുണ്ട്. ഇയാൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടായിരിക്കും. ബാലാവകാശ കമ്മീഷനും കേസെടുക്കും. സ്വാഭാവികമായിട്ടും ഈ അധ്യാപകനെതിരെ സ്കൂളിനും നടപടിയെടുക്കാൻ സ്കൂൾ അധികൃതരും നിർബന്ധിതരാകുമെന്ന് ഉറപ്പാണ്. അനുമോദ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു കാരണമില്ലാതെയാണ് അധ്യാപകൻ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് മറ്റു കുട്ടികളെയും അയാൾ ഉപദ്രവിച്ചിരിക്കുക. ഇപ്പോൾ ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം പുറത്തു വരുന്നുണ്ടോ? നമുക്കിപ്പോൾ നിലവിൽ ഈ പരിക്കേറ്റ കുട്ടിയുടെ രക്ഷിതാക്കളുടെ പ്രതികരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റു കുട്ടികൾ ആരാണെന്ന് നമുക്കറിയില്ല. കുട്ടിയും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ഈ കുട്ടിക്കുണ്ടായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പേർ പരാതിയുമായി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ അതിന് പരാതി കൊടുക്കുമ്പോൾ മുമ്പ് കൊടുക്കാത്തതിന്റെ കാരണങ്ങൾ പലതായിരിക്കും. പേടിച്ചിട്ടായിരിക്കാം. ഒരുപക്ഷെ അധ്യാപകനെതിരെ പരാതി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അവർക്ക് തോന്നിയിട്ടായിരിക്കും. എന്നാണെങ്കിലും ഇപ്പോൾ ഒരു കേസൊക്കെ വന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ പരാതിയുമായിട്ട് വരാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മൾ ഈ കുട്ടിയുടെ മൊഴിയാണ്, ഈ കുട്ടി നമ്മളോടൊക്കെ പറഞ്ഞതാണ് നമുക്ക് മുമ്പിലുള്ളത്. മറ്റു കുട്ടികൾക്കും ഇതേപോലെ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവരുടെ രക്ഷിതാക്കളും സമാനമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ വന്നേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ശരി, മലപ്പുറത്താണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈ അധ്യാപകൻ തല്ലിയൊടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ പ്രാകൃത ശിക്ഷ നടത്തുന്നയാളാണ് എന്നാണ് അടിയേറ്റ വിദ്യാർത്ഥിനി പറയുന്നത്. മറ്റു കുട്ടികൾക്കും ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീട്ടുകാർ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റു കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരും ഇനി പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ ഇതിൽ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അധ്യാപകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രവണതയാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിലെന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. CV അനുമോദാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.